മേക്ക് മൈ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നമ്മുടെ പപ്പായയൊക്കെ വെച്ച് റെഡിയാക്കാനായിട്ട് പറ്റിയ നല്ലൊരു കറിയായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. തീർച്ചയായും നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്കിത് റെഡിയാക്കാൻ തുടങ്ങിയാലോ. ഞാനിപ്പോൾ ഇത് റെഡിയാക്കാനായിട്ട് ചെറിയൊരു കപ്പങ്ങയുടെ പകുതി ഭാഗമാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇത് നമുക്ക് ചെറിയ ക്യൂബാക്കി ഇത് കട്ട് ചെയ്തെടുക്കണം. അപ്പം ഞാനിത് കട്ട് ചെയ്തത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് നമ്മുടെ പയർ, അതായത് ഒരു അരക്കപ്പ് പയറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ അരക്കപ്പ് പയർ ഞാനിത് അല്പം വെള്ളം ഒഴിച്ചത് വേവിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് ഒരുപാടങ്ങ് വെന്ത് ഉടഞ്ഞു പോകണ്ട, കാരണം നമുക്ക് പപ്പായ ഇട്ട് ഇത് പിന്നെയും വേവിക്കാനുള്ളതാണ്. അപ്പോൾ അതാണ് ഇത് ഒരുപാടങ്ങ് വെന്ത് പോകണ്ട. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മളുടെ പപ്പായ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ പപ്പായ വേവാനായിട്ട് വേണ്ട വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കപ്പങ്ങയ്ക്കെന്ന് പറഞ്ഞാൽ അധികം വേവൊന്നുമില്ല, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. 2 വിസിൽ മതിയാവും. അതിനുശേഷം ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ എരിവിനായിട്ട് പച്ചമുളകാണ് ചേർക്കുന്നത്. ഒരു 2 പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്കിത് ഒരു 2 വിസിൽ വരെ ഇത് നമുക്ക് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ഒരു അരപ്പ് റെഡിയാക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു 1/4 കപ്പ് തേങ്ങ, പിന്നെ 2 ചെറിയ ഉള്ളി, ഒരു 1/2 ടീസ്പൂണോളം ചെറിയ ജീരകം, ഇത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കാന്താരിമുളക് ചേർത്ത് കൊടുക്കാം. എൻ്റെ ഇപ്പോൾ ഞാനിവിടെ നാട്ടിൽ നിന്ന് ഉണക്കി കൊണ്ടുവന്ന കാന്താരിമുളകാണുള്ളത്. ഞാനിപ്പോൾ അതിൻ്റെ പൊടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 കറിവേപ്പിലയും, പിന്നെ അതുപോലെ തന്നെ ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടാണ് ഞാനിത് അരച്ചെടുക്കുന്നത്. ഇത് അരച്ചെടുക്കുമ്പോൾ തരിതരുവൊന്നും ഇല്ലാണ്ട് നല്ല വെണ്ണ പോലെ ഇത് നന്നായിട്ട് ഇത് അരച്ചെടുക്കണം. ഞാനിത് അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ പപ്പായയും പയറും നന്നായിട്ട് ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ അരച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മളുടെ തേങ്ങയുടെ ആ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ഈ കറി റെഡിയാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചോറിനൊക്കെ കൂട്ടാൻ പാകത്തിന് ഒഴിച്ചു കറിയായിട്ടാണ് റെഡിയാക്കുന്നത്. ഇതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എരിശ്ശേരി പോലെയും ഇത് റെഡിയാക്കി എടുക്കാം. ഇത്രയും വെള്ളം ചേർക്കാതെ നമുക്ക് എരിശ്ശേരി പോലെയാണെങ്കിലും ഇത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ചോറിന് കറിയായിട്ട് ഞാൻ അങ്ങനെ റെഡിയാക്കി എടുത്തേക്കുന്നതാണ്. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് തിളയ്ക്കുന്നിടം വരെയും ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. നമ്മളുടെ ആ ഒരു തേങ്ങയുടെയൊക്കെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറാനായിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ആവശ്യത്തിന് നമ്മൾ ഉപ്പ് ഒന്ന് നോക്കിയേക്കുക. ഉപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. കറിക്ക് ഇതിന് അത്യാവശ്യം ഒരു ഉപ്പ് ഉള്ളതാണ് എനിക്കിഷ്ടം, കാരണം പുളിയൊന്നും ഇല്ലാത്ത കറി ആയത് കാരണം. പിന്നെ നമ്മൾ തേങ്ങയുടെയൊക്കെ അരപ്പ് ചേർത്ത് കഴിഞ്ഞിട്ട് ഒരുപാട് അങ്ങ് തിളപ്പിക്കരുത്. അങ്ങനെ തിളപ്പിക്കുമ്പോഴെന്ന് പറഞ്ഞാൽ കറി ഇങ്ങനെ പിരിഞ്ഞു പോയ പോലെ ഇങ്ങനെ വരും. അപ്പോൾ ഒരുപാട് അങ്ങ് തിളപ്പിക്കാണ്ട് സൈഡിൽ കൂടെയൊക്കെ പയ്യെ തിള വരുന്ന ടൈമിൽ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഞാനിപ്പോൾ ലാസ്റ്റായിട്ട് ഇതിലേക്ക് 1 സ്പൂൺ പച്ചവെളിച്ചെണ്ണയാണ് ഒഴിച്ചേക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ കടുക് പൊട്ടിക്കണം എന്നുണ്ടെങ്കിൽ കടുക് പൊട്ടിച്ചും ചേർക്കാം. എനിക്കിപ്പോൾ കൂടുതൽ ഇഷ്ടം പച്ചവെളിച്ചെണ്ണയും അതുപോലെ തന്നെ അവസാനമായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുന്നതാണ് എനിക്കിഷ്ടം. അപ്പോൾ അതാണ് ഞാനതങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കാനായിട്ട് ഒരു 10-15 മിനിറ്റും കൊണ്ട് റെഡിയാക്കാനായിട്ട് പറ്റിയ നല്ലൊരു കറിയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ കറിക്കൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് വേഗം പോയി ഒരു കപ്പങ്ങ പറിച്ച് വേഗം നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ അടുത്ത ദിവസം വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു.